നോർമലി ഈ റേപ്പ് അങ്ങനത്തെ കാര്യം അങ്ങനെയൊക്കെ പറയണ ആൾക്കാർ അനാവശ്യ രീതിയിൽ ആ വേർഡൊന്നും യൂസ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ അത് മിസ്യൂസ് ചെയ്തിട്ട് ആൾക്കാരനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ കേസ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലിൽ കേസ് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ മിനിമം അന്വേഷിക്കേണ്ടതാണ് എന്താണ് ഉണ്ടായ സംഭവം എന്ന്. അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ ആ ഓപ്പോസിറ്റ് ആൾ വന്നിട്ട് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം, അതായത് ഇന്ന അപകീർത്തിപ്പെടുത്തി ഒരാൾ വന്നിട്ട് ഞാൻ ഇന്നെ റേപ്പ് ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണു. സോ അത് നിർത്തേണ്ടതാണ്. കാരണം അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ല. അതിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അത് അനുഭവിച്ച ആൾക്കാരുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, സാഹചര്യങ്ങൾ കാരണം മിണ്ടാൻ പറ്റാണ്ടും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയണത്, നോർമലി റേപ്പ് വിക്ടിംസിൻ്റെ ഫോട്ടോ ഒന്നും ന്യൂസ് പറയുമ്പോഴും ഒന്നും ന്യൂസിലൊന്നും ഫോട്ടോ കാണിക്കാൻ പാടില്ല, ബ്ലർ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഈവൻ അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും അവരെന്ത് തരത്തിലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എങ്ങനെ നടന്നു എന്തും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈവൻ ഒരു മീഡിയ കവറേജ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ വേണമെങ്കിലും അട്ടിമറി നടക്കാൻ ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് എനിക്കെൻ്റെ ഫോട്ടോ വന്നതുകൊണ്ടോ, അങ്ങനെ ഫോട്ടോ വന്നിട്ടും കുറേ കാലം അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ടാണ് ഇതൊന്നും പറയാണ്ടിരുന്നുണ്ടായിരുന്നത്. വെറുതെ എന്തിനാ നാണം കെടാൻ പോണേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇനി അങ്ങനത്തെ ഒരു പേടിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികെട്ട തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് ആരുമില്ലാത്ത ക്ലോസ്ഡ് മുറിയിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. അപ്പോൾ നമ്മൾ ഹൗസ് സർജൻസി കഴിഞ്ഞ് എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ ടൈമിലാണ് നമ്മൾ ഇങ്ങേരുടെ ചാരിറ്റിയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളതിൽ ഇങ്ങേര് കൊടുത്ത ഗൂഗിൾ പേ നമ്പറിൽ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര കാശ് അയച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ കാശൊന്നും അയച്ചിട്ടില്ല. ഒരു തവണ 100 രൂപ, ഒരു തവണ 200 രൂപ, അങ്ങനെ എന്തോ, പിന്നെ ഒരു തവണയും കൂടി 100 രൂപ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുച്ഛിക്കാം, ഓക്കെ. നമ്മളത്ര വലിയ കാശൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ വേറെയും കുറേ ആൾക്കാർ അതിൽ പണം അയക്കുന്നുണ്ട്. അത് ഈ അമേരിക്കൻ അമ്മച്ചിമാർ, ഞാൻ ഈ അമേരിക്കൻ അമ്മച്ചി എന്ന് പറയുന്നത് അവരെൻ്റെ ലൈഫിൽ കുറേ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ കയറിയിട്ടുള്ള പരിപാടികൾ അങ്ങനത്തെ, അതുകൊണ്ടാണ് അവരെന്നെ ഞാൻ അമേരിക്കൻ അമ്മച്ചി എന്ന് തന്നെ പറയണത്. അത്ര ഉള്ളിൽ മനുഷ്യനെ, അതായത് അന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കാരണം സ്വന്തം അമ്മേനെ വിളിച്ചിട്ട് നീ ബെഡ്റൂമിൽ കയറ്റിയാൽ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെയാണ് പെങ്ങളിനെ വിളിച്ച കയറ്റി എങ്ങനെ പറയുമോ. അതുപോലെ തന്നെ ഞാൻ മോളെ പോലെ, അതായത് ഇപ്പോൾ ഉള്ള ആളിനെ പുള്ളി പറഞ്ഞു തന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളിനെ പോലെയാണ് ഞാൻ ആ കുട്ടീനെ കാണുന്നത്. അവൾ ഐ ലവ് യു എന്നും ഉമ്മയൊക്കെ തന്ന ഞാൻ അതിനെ വട്ട് കേസ് എന്നാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നീ തെറ്റിദ്ധരിക്കും, ഞാൻ എൻ്റെ മോളിനെ എങ്ങനെയാണ് കല്യാണം കഴിച്ച്. പക്ഷെ ഞാൻ അപ്പോൾ കല്യാണം കഴിച്ച് കണ്ടു. അപ്പോൾ അന്ന് പറഞ്ഞാണോ ശരി, ഇന്ന് പറഞ്ഞാണോ ശരി എന്നറിയില്ല. അപ്പോൾ അന്ന് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഇവർ മാസം ഓരോ ഇതിൽ ഇവർ എത്രയോ ഡോളേഴ്സ്, അതായത് 23,000 രൂപ ഒക്കെ വരുന്ന, എത്ര ഡോളേഴ്സിന് കറക്റ്റ് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ മുമ്പ് ലണ്ടനിൽ നിന്നൊരു ആളുണ്ടായിരുന്നു. ലണ്ടനിൽ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ലണ്ടനിൽ നിന്നുള്ള സ്ത്രീ, ഇയാൾ ആക്ച്വലി ഇത്തിരി കല്യാണം കഴിക്കാമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ആണെന്ന് തോന്നുന്നു. ഇവരും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് അവരും കുറച്ച് കാശൊക്കെ അയച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ അവിടെ ആക്ച്വലി ഈ കല്യാണ അനൗൺസ്മെൻറ്റിൻ്റെ മുമ്പേ ഞങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടി പുള്ളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ ചെന്നൈ അമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ കലൂരി വീട്ടിലുമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ആ സമയത്തും ഈ പെണ്ണിനായിട്ട് സംസാരിക്കണം കണ്ടിട്ട് ഇങ്ങനെ റൂം അടച്ചു പോയിട്ടിരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് ഇവർ പിന്നെ തല്ലൂടിയിട്ട് പോവാനുണ്ടായത്. പിന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കാശും വന്നിട്ടില്ല ഈ ചാരിറ്റി അക്കൗണ്ടിൽ.
പിന്നെ എനിക്ക് പറയണ്ടായിരുന്നു, ഈ ലണ്ടനത്തെ ഈ കുട്ടി, ലണ്ടനത്തെ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊക്കെ അറിയില്ല, അവരെ പറ്റിയിട്ട് അവര് ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്നൈയിൽ ആ പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടാനാണ്? ആ പെണ്ണിനെ കണ്ടാൽ നമ്മുടെ വീട്ടിൽ നിൽക്കണ പണിക്കാരി പോലെയുണ്ട്. ഓഹോ, നിങ്ങൾ അവരുടെ കാശും മേടിക്കും, എന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും ചെയ്യും. അപ്പോൾ അവനെ ഇത്ര കാലം പ്രതീക്ഷയായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നു, ഞാൻ ഓൾറെഡി പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടൻ ആയിട്ടുള്ള ഈ പെണ്ണായിട്ടുള്ള ഒരു റിലേഷനാണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അതായത് കുറേ പെണ്ണുങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി നേരെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണ് ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയണേന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടനിലത്തെ ഈ പെണ്ണായിട്ടുള്ള റിലേഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ കാര്യങ്ങളും പ്രൂഫുണ്ട്. ഇതൊക്കെ കോടതി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാതും കാണിച്ചു തരാൻ തയ്യാറാണ്. ഇനി ഇതൊക്കെ ഓക്കെ തെളിവെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇത് പല പെൻഡ്രൈവുകളിലും പല ഇതായിട്ടും പല ആൾക്കാർക്കും ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈവൻ ഞാനിത് ഇന്ന ആൾക്കാർ കൊന്ന അടക്കം ഇതൊക്കെ പുറത്തു വരേണ്ട സമയത്ത്. ഓക്കെ.